വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പിണറായി സർക്കാർ കാണിച്ച അലംഭാവവും കെടുകാര്യസ്ഥതയും മൂലം റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമെത്തിക്കാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടുകാട് റേഷൻ കടയ്ക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC സെക്രട്ടറി ഡോക്ടർ അർസലാം നിസാം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ സംഘടനകളും ഭരണപക്ഷ അനുകൂല സംഘടനകളും ഒരുമിച്ച് സമരം ചെയ്തിട്ട് അതൊന്നുപോലും നടപ്പിലാക്കാൻ സമ്മതം സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ ഈ സമരം പൊളിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ കണ്ടത്. ഈ സമരം ഇന്നലെ പൊളിയാനുള്ളതിന് പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇതിലേക്ക് CITUവിനെയും AITUസിനെയും ഇടതുപക്ഷ അനുകൂല സംഘടനകളെയും ഇതിലേക്ക് പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ഈ സമരം പൊളിയാനുള്ള പ്രധാന കാരണം. മണ്ഡലം പ്രസിഡന്റ് C. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MK ശ്രീനിവാസൻ, VJ ജോസഫ്, TK ഷാനവാസ്, ബാബു പോൾ, VP പത്മനാഭൻ, CK ഉസ്നാർ, മറിയക്കുട്ടി ജോർജ്, ഷീബ ബാബു, പൗലോസ് എന്നിവർ സംസാരിച്ചു. വണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടാഴി റേഷൻ കടയുടെ മുമ്പിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. റേഷൻ ഷോപ്പുകൾ ഈ നാട്ടിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ കേരളത്തിലെ ഒരു റേഷൻ ഷോപ്പും തുറന്നിട്ടില്ല. എല്ലാ റേഷൻ ഷോപ്പും അടച്ചിട്ടു. ഉടനെ ചർച്ച ചെയ്തു. അവിടെ കോൺഗ്രസ് സമരം എന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റേഷൻ ഷോപ്പിന്റെ മുന്നിൽ സമരം ചെയ്യുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇന്നലെ ചർച്ച ചെയ്തു. റേഷൻ ഡീലേഴ്സിന്റെ പ്രശ്നം ഭാഗികമായിട്ട് പരിഹരിച്ചു. ഇന്ന് റേഷൻ ഷോപ്പ് തുറന്നു. പക്ഷേ ഇവിടെ സാധനം വന്നിട്ടില്ല. സാധനം എന്ന് വരുമെന്നാണ് പറയുന്നത്. വണ്ടാഴി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM ശശീന്ദ്രൻ അധ്യക്ഷനായി. DCC മെമ്പർ K. രാമകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ M. സുരേഷ് കുമാർ, ഡിനോയ് കോമ്പാറ, ഗഫൂർ മുടപ്പലൂർ, പ്രമോദ് തണ്ടലോട്, N. വിഷ്ണു, V. മനോജ്, V. വാസു, അബ്ദുൽ ഖാദർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് R. അനീഷ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S. പ്രദീപ്, M. സെബാസ്റ്റ്യൻ, V. സുരേഷ്, M. കണ്ടമുത്തൻ എന്നിവർ സംസാരിച്ചു.